ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ അഗസ്ത്യാർകൂടം ഡേ 2 ആണ്. ഇന്നാണ് നമ്മൾ മല കയറാൻ പോണേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. എല്ലാവരും എണീറ്റ് തോന്നിക്കുന്നമാര്. അപ്പോൾ ഇതാ എല്ലാവരും എണീറ്റു ഷെഡിൽ നിന്ന്. കണ്ടോ, ആൾക്കാരൊക്കെ പുറത്തോട്ടിറങ്ങി തുടങ്ങി. എല്ലാവരും കുളിക്കാനൊക്കെ പോയി റെഡിയാവുകയാണ്. ഇതാണ് നമ്മൾ കിടന്ന ഷെഡ്. അത് നമ്മൾ കിടന്ന ബെഡ്. ഇവിടെ ഒരു ചാർജിങ് പോർട്ടേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി നോക്കാം. ഞാൻ രാവിലെ എണീറ്റ്, ആക്ച്വലി ഞാൻ 5:30 എണീറ്റ് കുളിച്ച് റെഡിയായി. കുളിച്ചില്ല, ബാത്റൂമിൽ പോയി പല്ല് വെച്ച് മുഖം കഴുകി. എന്തോ ആ കാണുന്ന നമ്മുടെ ബാത്റൂം അങ്ങ് ദൂരെ കാണുന്നേ, അങ്ങറ്റത്ത്. ഓ, അവിടം വരെ പോയില്ലേ നമ്മൾ. ഡ്രസ് ചെയ്തിട്ടില്ല. ഇത്ര നേരം ഒരുങ്ങിയതുണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ 150 രൂപയുടെ പുട്ടും കടലയാണിത്. ആ പ്രൈസ് ചാർട്ട് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില. ഇതാ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇറങ്ങാൻ പോവാണ് ട്രക്കിങ്ങിന്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചാ പോകുന്നതിൻ്റെ. കുറേ പേര് റെഡി ആയിട്ടുണ്ടോ? എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുക. ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി ട്രക്കിങ്ങിന് പോവാണ്. മല കയറാൻ പോവാണ്. മെയിൻ അഗസ്ത്യാർകൂടം. മഴയും മഞ്ഞൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലെന്നാ തോന്നുന്നേ. ഞങ്ങള് അടുത്തൊരു വെള്ളം കാണുമ്പോൾ കാണും. ബാക്കില് ഓ നീ നമ്മള് പിടിച്ചു, അവരെ പിടിച്ചു. നമുക്ക് കയറുമ്പോൾ പെട്ടെന്ന് കയറണം. അപ്പം കൂടുതൽ സമയം മേളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഓടി പിടിച്ച് മേളിലോട്ട് കയറാം. എല്ലാവരും ഓവർടേക്കോ? അവിടെ ഞാൻ അറിയാതെ പേഴ്സ് എടുത്തടാ. പൈസ എൻ്റെ കയ്യിലുണ്ട്. നനയത്തെ ഒന്നുമില്ല. അയ്യോ, പവർ ബാങ്ക് എടുത്തില്ല. അയ്യോ, പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി. പവർ ബാങ്ക് എടുത്തോണ്ട് വരാം. അയ്യോ, ലേറ്റാവും. കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. മിക്കവാറും ഞാൻ ഇന്ന് ചാവും. ഇപ്പോൾ തിരിച്ച് ക്യാമ്പിലോട്ട് പോകുന്നേ ഉള്ളൂ. ഇനി പവർ ബാങ്ക് എടുത്തിട്ട് തിരിച്ചു വരണം. ഗൈസ്, പവർ ബാങ്ക് കിട്ടി. തിരിച്ചോടുകയാണ്. അയ്യോ, ബാക്കിലേ. അതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാനും നിർത്തി. എല്ലാവരും അങ്ങ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. രാവിലത്തെ കൂടെ വർക്കൗട്ടായി. Guys, yes. പിന്നെ തിരിച്ചെത്തി ഗൈസ്. ബാക്ക് ടു ഗ്യാങ്.
ബാഗ് ഞാൻ പിടിക്കാം. ചൂടായി വല്ലാത്ത ഓട്ടമായി പോയി. സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ പ്രാക്ടീസാണ്. 1 കിലോമീറ്റർ സ്പ്രിന്റ്. ആ എന്തോ നോക്കി നിൽക്കുന്നേ? എന്റെ ശൂല നേരെ വെള്ളമല്ലേ? എടാ എങ്കിൽ പിന്നെ എനിക്ക് കൂടെ. വേണ്ട പൊറിയൊക്കെ ഇട്ടേക്കുന്നു. ഇത് നല്ല രസമുണ്ട്. നടന്ന് ഇല്ല, അത് കുഴപ്പമില്ല, അത് കൊള്ളാം. വേണമെങ്കിൽ ഒന്ന് ഊരിയിട്ട് നോക്കിക്കോ. എനിക്ക് തന്നോ. പക്ഷെ അവരെയും കൂടെ ഓവർടേക്ക് ചെയ്ത സീനായിരിക്കും. ഇത്ര വലുതോ? ആന എന്തുവാ, ദിനോസറോ? ആന്ന് ചുമ്മാ പൊട്ടിച്ച്. അല്ല, ആന വരാതിരിക്കാൻ വേണ്ടി പൊട്ടിക്കുന്നേ. അതിനിടയ്ക്ക് ചവിട്ടി. ഓ, ഞാൻ വിചാരിച്ചു അപ്പുറത്ത് തറയാന്ന്. ഞാൻ വിചാരിച്ചു നീ എന്തിനാ അതിനകത്ത് ചവിട്ടുന്നേന്ന്. അപ്പുറത്ത് വെള്ളം. എടാ, ആനയ്ക്ക് ചെറിയ വഴി, ഇടവഴി മതിയടാ. അത് ഒരു കാല് വെക്കുന്ന അതേ സ്ഥലത്തിന് അടുത്ത കാല് വെക്കുന്നത്. ചിലപ്പോൾ ആ കിടക്കുന്ന കല്ലൊരു പാറയായിരിക്കും. അല്ല, ആനയായിരിക്കും. എടാ, ആനയായിരിക്കും. കല്ലിക്കൊല്ലു ആ, മനസ്സിലായി. ആ, അല്ലല്ല,
മറ്റേ കല്ലനങ്ങും. വലിയ ജീവനുള്ള കൈയും കാലമൊക്കെ ഉള്ള സാധനമാണ് കല്ല് അല്ലേ? ആ മറ്റേ പെണ്ണിന്റെ ക്യാഷ് പ്രൊട്ടക്ട് ചെയ്യുന്ന കല്ലല്ലേ? ആ അത് ആ ചെറുത് ആ കുറെ ഉരുണ്ടുരുണ്ട് വരുന്ന സാധനം. ആ അവർ താഴെ നോക്കി മേട്ട് വിട്ടു. ചേട്ടാ കാണിച്ചേ, അല്ല ഒന്ന് കാണിക്കൂ വീട്. എവിടെ എവിടെ ഗൈസ് 5 ആന ഉണ്ടായിരുന്നു, 5 ആന പുള്ളി വീടെടുത്ത് വെച്ചിട്ടുണ്ട്.
ദൂരം അവിടെ എത്തണം, കണ്ടോ? അവിടെ എത്തണോടാ. ബാബാ ചാലയോ? കയ്യിലാ? കഴുത്തിലോ? അയ്യോ, നീ ഏതെങ്കിലും പുല്ലി പോയി ഉറങ്ങി കാണും കുനിഞ്ഞിട്ടേ. ഓ, ക്യാമറ നോക്കി പറ, ക്യാമറ നോക്കി പറ. ഉണ്ട് തൊട്ട് പറയുന്നുണ്ട്. പാവൻ ചെറുക്കന് ബാഗും കൊടുത്തിട്ട് നോക്കി നോക്കി നോക്കി. അല്ലല്ല, വെള്ളം എടുക്കാൻ, കുപ്പി നിറയ്ക്കാൻ. ആ, വർഷത്തിൽ ഒരു തവണ മാത്രം ആക്റ്റീവ് ആവുന്ന ക്ലബ്ബ്. അവര് പൈസ എടുക്കുക, നമ്മള് പോവോ? അയ്യോ, ആനപ്പിണ്ടം കണ്ടു, സ്പീഡ് കൂട്ടിക്കോ. ഇനി വളവിനൊക്കെ ഭയങ്കര സ്പീഡാ. എന്തുവാ? പിന്നെ
ആ അത് അത് കുട്ടി കാലിലിട്. വെറുതെ അനാവശ്യ വെയിറ്റ് ചുമന്നുകൊണ്ട് വന്നേക്കോ. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഓ ഷിറ്റ്, ഒന്നും കാണുന്നില്ല. നത്തിങ് ടു സീ ഡൗൺ. അൺലോഡ് ഇപ്പോഴേ വേണ്ട, മണ്ടയ്ക്ക്. ഇല്ലില്ല, അതെല്ലാം അതിൻ്റെ കൂടാ ഉച്ചക്കത്തേക്കാ. ആ അതുവരെ വെള്ളം മാത്രം. ശരിയാ, ഓറഞ്ച് ഐസ്ക്രീം. ഇല്ല അതോ അങ്ങോട്ട് നോക്ക്, ഈ മേളിട്ട് ഉണ്ടാണ്ടോ? ആ അതിന്റെ മേളിൽ എത്തണ്ട നമുക്ക്. കേറും അങ്ങോട്ടേന്ന് വീഡിയോ എടുക്കല്ലേ, അടിച്ച് വെള്ളത്തിൽ ഇട്ടളേ. ഭയങ്കര കാറ്റാ. നോക്ക് അവിടെ എത്തണം. എടി ഇതല്ല കേട്ടോ, അതിനെക്കാട്ടി വലുതാ. ഇരിക്കണ്ടല്ലോ, പോയാ പോരെ മേലോട്ട്. പോവണ്ടെന്നോ മേലോട്ട്? ഈ വീഡിയോ കിട്ട ഒന്നൂടെ എടാ, ഇങ്ങനെ ചരിഞ്ഞ്. ഓക്കെ ഒന്നൂടെ. ഇത് നീ ഇതെന്ത് ഇത് ചരിച്ചില്ല നീ ഒഴിക്കുന്നേ, നേരെ ഒഴിക്കടാ. ഓ സെറ്റ് മതി. അത് നിറയ്ക്കാം. എന്തി ആ കുപ്പി ഇതാ, വെള്ളം എടുക്കാം. ആ നീ എടുത്ത് എടാ. ചേട്ടാ ഈ വടി ഒന്നരോ, ഇപ്പൊ തരാം. അല്ലേ നിക്കില്ല. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു പകുതി ദൂരം ആയി കാണും. അതായത് നമുക്ക് കയറേണ്ടതോ അങ്ങോട്ടാണ്. വ്യൂ നോക്ക് എൻ്റെ മോനെ, ഒരു രക്ഷയില്ല, അടിപൊളി. കുറച്ചൊക്കെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വെള്ളച്ചാട്ടമാ. താഴോട്ടുള്ള വ്യൂ ഉണ്ടോ? അങ്ങോട്ട് നോക്കിയാൽ കുറേ കാണാൻ പറ്റേണ്ടത്, പക്ഷെ മഞ്ഞാറൊന്നും കാണാൻ പറ്റാതെയാ. നല്ല കാറ്റുമുണ്ട്, ഒരു രക്ഷയില്ല ഗൈസ്. ഇതുവരെ കയറിയിരിപ്പോണ്ട്. സൺറൈസോ? അതെന്തു പിന്നെ?
വ്യൂ കണ്ട ഗൈസ് അഗ്രജ് പോസ് ഒന്നും കണ്ടോ കിട്ടാനാടാ എല്ലാം നോക്കി സെൽഫി എടുക്കാം നമുക്ക്. എന്തിന് വെയിലുണ്ട് എന്റെ പിന്നെ പുള്ളിയോടെ പോന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കേട്ടിട്ടില്ല ആ ബാഗ് വാ ശരിയാ. അത് അപ്പോഴത്തേക്കും വീട്ടിലെത്തിയ കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോ ഇവിടെ നിങ്ങൾ മഴയാണെന്ന് പറയില്ല പെട്ടെന്ന് കോടം കൂട്ടിയ കയറൊക്കെ ഇട്ടെങ്കിൽ ഇതുവരെ ഒന്നില്ലേ. അപ്പൊ ഇതൊന്നും ഒരു കയറ്റല്ല. ഇത് വഴി എങ്ങനെയാ ചോക്ലേറ്റ് വരച്ചിട്ടുണ്ട്. ചോക്കല്ല പെയിന്റാ. വരച്ചിട്ടുണ്ട്. പോവല്ലേ ബാക്കിലോട്ട് പോണക്കാരനെ കണ്ടായിരുന്നു. ഞാൻ 4 കാലിയായി. വേണ്ട വല്ല കാണ്ടാമൃഗം ഇരിക്കുന്നുണ്ട്. കാണ്ടാമൃഗം എന്തെങ്കിലും വരത്തില്ല. നിന്ന സ്ഥലം തന്നെയാണോ? അതാ സൺഡറിന്റെ വീഡിയോ ഇല്ലേ? അപ്പൊ പിന്നെ കാണിച്ചു കൊടുക്കും. നേരത്തെ പാടിക്കൊണ്ടോ ഞങ്ങൾ ഇതാ ചെറുതായിട്ട് ജീവൻ തുടങ്ങിക്കോ. അയ്യോ വലിയ പാട്ടുകാരനെ തുടങ്ങ്. അത് തുടക്കാതല്ലോ. കൂടാനായി ആകാശത്തുള്ളിലേക്ക് ഉദിച്ചു പോയി കണ്ടു മലനിര കണ്ടു താഴ്വര വരോടുന്നുണ്ട് ചോല കണ്ടേ ഉയകൾ കണ്ടേ കാഴ്ചകൾ പിടിച്ച് വലിച്ചെങ്ങിടും. അവിടെയും കുഴിയാ, ഇവിടെയും കുഴിയാ. പാറയുടെ താഴെ പോകരുത് വഴി കമോൺ ഗൈസ്, എല്ലാരും ചാടിക്കോ. ഇതുകൊണ്ടോ ആരോ റൈറ്റ് ആയി ലെഫ്റ്റ് കൊടുത്തേക്കുക, നിങ്ങൾ നേരെ പോകരുത്. ഊരിയിട്ട സിഗരറ്റ് കൊണ്ടൊരു പുക പോയിരിക്കല്ലേ. ആന ഉണ്ടാവും കേട്ടോ, ഗൈഡ് വേറെ വഴി പോയിട്ടുണ്ടാവും. പുള്ളിക്ക് നമ്മുടെ ഗൈഡാണ്. സീൻ കേട്ടോ. രണ്ടിപ്പോ ചെടിയും കാടും ഒക്കെ ഉണ്ട്.